നമസ്കാരം. നോഎഡിറ്റിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ അശ്ലീല കാഴ്ച കണ്ടുകൊണ്ടാണ് ഇക്കുറി ഈ പരിപാടിക്ക് കൊടിയിറങ്ങിയത്. മുത്തുക്കുട ചൂടി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച തുറന്ന ജീപ്പിൽ സ്വയം അവരോധിത മഹാരാജാവ് ആദിത്യവർമ്മയും കവടിയാർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിഭായിയും പേരക്കുട്ടികളുമൊക്കെയായി ഒരു തിരുഎഴുന്നള്ളത്ത് ഇന്നലെ തിരുവനന്തപുരം കണ്ടു. ഇവർ എഴുന്നള്ളുമ്പോൾ വിനീത വിധേയരായി തല കുമ്പിട്ട് തൊഴുതു നിൽക്കുന്നവരുടെ കാഴ്ചയോളം വൃത്തികെട്ട ദൃശ്യം ജനാധിപത്യ ഇന്ത്യയിൽ മതനിരപേക്ഷ കേരളത്തിൽ കാണാനില്ല. വണങ്ങി നിന്ന മനുഷ്യർ മറന്നുപോയ ഒരു കാര്യമുണ്ടാകും. തങ്ങൾ പൊങ്കാല അർപ്പിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നത്. വിശ്വാസപ്രകാരം കണ്ണകിയാണ് ആറ്റുകാൽ ദേവി. അനീതി നടത്തിയ പാണ്ഡ്യരാജ്യം ചുട്ടരിച്ച അതിശക്തയായ കണ്ണകി ഇന്നലെ അവിടെ വന്നത് ആർത്തവമുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടി കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ സ്ത്രീകളുടെ അഭിമാനത്തെ അപഹസിച്ച ഗൗരി ലക്ഷ്മിഭായി. ഈ കവടിയാർ കൊട്ടാരത്തിന് ആറ്റുകാൽ പൊങ്കാലയുമായോ അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. മാറുമറയ്ക്കാനും മീശ വയ്ക്കാനും എന്തിനൊന്നും ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന കാലത്തിന്റെ ഗതകാല സ്മരണകൾ ആ കുടുംബത്തെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ടാകാം. അടിയാളന്മാർക്ക് തിരുദർശനം നൽകുന്ന ഔദാര്യ മനോഭാവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഗ്ലോറിഫൈഡ് പല്ലക്ക് യാത്രയിൽ കണ്ടത്. ഇന്നലെ ഈ യാത്ര നടത്തിയവരും അത് കണ്ട് കുമ്പിട്ടവരും മറന്നുപോയ ഒരു ചരിത്രമുണ്ട്. ആ നാട്ടിലെ അന്തസ്സുള്ള മനുഷ്യർ നടത്തിയ ഉച്ചനീചത്വങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ ചരിത്രം. അയ്യാ വൈകുണ്ഠസ്വാമിയുടെയും അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ചരിത്രം. കൂലി തന്നില്ലെങ്കിൽ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞ അയ്യാ വൈകുണ്ഠന്റെ പ്രവർത്തന മേഖല തെക്കൻ തിരുവിതാംകൂറായിരുന്നു. മദ്രാശിയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭരണത്തെ വെണ്ണീചന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരിയിലെ കലിനീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചു അയ്യാ വൈകുണ്ഠസ്വാമി. കഴിഞ്ഞില്ല. ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഒക്കെ പോരാട്ടം നടന്ന ഭൂമികയാണ് തെക്കൻ തിരുവിതാംകൂറിന്റേത്. അവർ മായ്ച്ചു കളഞ്ഞ ജാതി കോമരങ്ങളാണ് ഇന്നലെ വീണ്ടും വേഷം കെട്ടിവന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. 1956 തിരുവിതാംകൂറും മലബാറും ഉൾപ്പെട്ട കേരളം രൂപീകരിക്കപ്പെട്ടു. 1975 ആയപ്പോഴേക്കും രാജാക്കന്മാരുടെ പ്രത്യേകാധികാരം നിർത്തലാക്കി. എന്നാൽ അധികാരം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇവരിൽ ചിലർ കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ഈ ആവശ്യം തള്ളി. താണു വണങ്ങി നിൽക്കാത്ത മനുഷ്യരെ കഴിവേറ്റിയ രാജ്യപാരമ്പര്യത്തിന്റെ ഹുങ്കുമായി ഒരു തമ്പുരാനും ഒരു പല്ലക്കുമായും ജനാധിപത്യ രാജ്യത്തിന്റെ നിരത്തുകളിൽ ഇറങ്ങേണ്ട. ഇന്നീ കാണുന്ന നിലയിൽ സ്വാഭിമാനത്തോടെ ജീവിക്കാൻ മനുഷ്യർക്ക് അവകാശം വാങ്ങിത്തന്ന മനുഷ്യരുടെ ത്യാഗത്തെ ചവിട്ടിയരച്ചുകൊണ്ട് പുതിയ ആചാരങ്ങൾ നിർമ്മിക്കുകയും വേണ്ട.